ഞാൻ CJPയുടെ ഫോളോവർ അല്ല, അഭിജിത് ദീപ്കയുടെ ഫാനുമല്ല. പക്ഷെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള കാര്യം. NTA ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ, നീറ്റ് UGയുമായി ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ വലിയ പ്രശ്നങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. പക്ഷെ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ജെൻസി റെവല്യൂഷൻ വഴി ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ഗവൺമെന്റിനെ ടോപ്പിൾ ചെയ്യണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനെ ഒരു രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യുകയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷേ ഇന്ത്യയുടെ യുവാക്കൾക്ക് ഭയങ്കരമായ രീതിയിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങളുണ്ട്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ എന്റെ ഗവൺമെന്റിനോട് ഞാൻ ചോദിക്കുകയാണ്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടണം, അദ്ദേഹം രാജിവെക്കണം എന്നുള്ള കാര്യമാണ്. യുവാക്കളുടെ കൺസേൺസിന്റെ മുകളിൽ സൊല്യൂഷൻ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള റീടെസ്റ്റ് പരിപാടികളൊന്നും ഇനി ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതും ഗവൺമെന്റിന്റെയും നമ്മളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് പ്ലീസ് മിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ, നിങ്ങൾ രാജിവെക്കണം എന്നുള്ള കാര്യമാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിങ്ങളുടെ ലോയർ ബ്രോന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഡൽഹിയെ പറ്റി ആലോചിക്കുമ്പോൾ ഐ ആം വെരി കൺസേൺഡ്, വെരി വെരി കൺസേൺഡ്.